മോൾ എന്തൊക്കെയായി പറയുന്നത്? എന്ത് കണ്ടിട്ടാ മോൾ ഇതിന് സമ്മതിച്ചത്? ആ കുഞ്ഞുമോളുടെ ബന്ധത്തിൽപ്പെട്ടവനാണെന്നല്ലേ പറഞ്ഞത്? നമുക്ക് കയറി ചെല്ലാവുന്ന ഒരു കുടുംബമാണത്. അവൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. ബോംബെയിലാണെന്ന് മാത്രം അറിയാം. അവരുടെയൊക്കെ കാര്യമായതുകൊണ്ട് ഒന്നും ഉറപ്പിച്ചങ്ങ് പറയാനും പറ്റില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടല്ല ഇതൊന്നും ആലോചിക്കേണ്ടത്. ഒക്കെ എനിക്കറിയാം ബാലമാമ. എന്നിട്ട് മോളിത് സമ്മതിച്ചല്ലോ. എത്ര നല്ല ആലോചനകളാണ് നാട്ടിലുള്ളത്. ഇപ്പൊ നല്ലൊരു പ്രപ്പോസൽ ആ ബാസി കൊണ്ടുവന്നിട്ടുള്ളത്. മോളൊന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി. ബാലമാമനെ അന്വേഷിച്ച് നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് തരില്ലേ? ഞാനിപ്പോ സമ്മതിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാവും ബാലമാമ. ആ കല്യാണി അയാളെ കൊണ്ട് കെട്ടിക്കും. വെറുതെ അതിന്റെ ജീവിതം കളയുന്ന എന്തിനാ? അപ്പൊ മോളുടെ ജീവിതോ? അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ? എല്ലാം ഞാൻ ചിന്തിച്ചതാ ബാലമാമ. എന്തായാലും ബാലമാമ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ള നേരം. പക്ഷേ ഈ കല്യാണം നടക്കില്ല ബാലമാമ. നടക്കില്ലെന്നോ? അതങ്ങനെ? മോള് സമ്മതം മൂളിയ സ്ഥിതിക്ക് എന്തായാലും നിശ്ചയം നടക്കും. പിന്നെ കല്യാണത്തിന് എന്താ തടസ്സം? നിശ്ചയവും ഒരുക്കങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. പക്ഷേ അവന്റെ താലി എന്റെ കഴുത്തിൽ വീഴാതെ ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെയാ മോളെ?